ഹായ് ഓൾ, എൻ്റെ പേര് ഫസീല. ഞാൻ ഏണസ്റ്റ് അക്കാഡമിയിൽ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളുടെ അക്കാഡമിക് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണിപ്പോൾ. യൂണിവേഴ്സിറ്റി പ്രോഗ്രാമർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് 13ാമത് റാങ്ക് കിട്ടി. അപ്പോൾ എന്നെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച എൻ്റെ എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 2007 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പൈനാവിൽ നിന്നും ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി പാസ് ഔട്ടായി. അതിനുശേഷം 2010 അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ നിന്നും ME സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഞാൻ പാസ് ഔട്ടായി. അതിനുശേഷം വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്കാണ് അപ്രതീക്ഷിതമായിട്ട് കോവിഡ് സമയത്ത് എൻ്റെ സെക്കൻഡ് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അടൂർ ഏണസ്റ്റ് അക്കാഡമിയിൽ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളുടെ അക്കാഡമിക് വെൻഡറായിട്ട് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാനൊരു അവസരം എനിക്ക് കിട്ടിയത്. അത് എൻ്റെ കരിയർ ജേണിയിലെ വലിയൊരു വഴിത്തിരിവായിട്ടാണ് ഞാൻ കാണുന്നത്. കേരള PSC നടത്തുന്ന വിവിധ ടെക്നിക്കൽ എക്സാമുകളുടെ പ്രിപ്പറേഷൻ കോഴ്സുകളാണ് ഏണസ്റ്റ് അക്കാഡമി നൽകുന്നത്. അതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളുടെ അക്കാഡമിക് കോർഡിനേറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ കേരള PSCയുടെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമർ, ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ എക്സാമുകളുടെ മെൻറ്ററായി വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോഴാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണം എന്നതിൽ എനിക്കും കൂടുതൽ ഒരു ഐഡിയ കിട്ടിയത്. ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോഴും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഏതാണെന്നും ആ ഓരോ കൺസെപ്റ്റിൽ നിന്നും സ്ഥിരമായി ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളും ഒക്കെ എനിക്കും ഈ ഒരു എക്സാം പ്രിപ്പറേഷനിൽ വളരെയധികം യൂസ്ഫുൾ ആയി. പിന്നീട് ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്തപ്പോൾ, അതായത് ലെക്ചർ ടെസ്റ്റുകൾ, ടോപ്പിക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, അത്തരം ടെസ്റ്റുകൾക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തപ്പോഴാണ് എനിക്ക് സ്ഥിരമായി ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും ആ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നും അതിനുള്ള ഷോർട്ട് കട്ടുകൾ എന്താണെന്നും അത്തരം കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയത് എനിക്ക് ഈ എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാമർ എക്സാം പ്രിപ്പറേഷനിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയി. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതിന്റെ ഓപ്ഷൻസ് പോലും നോക്കാതെ അതിന്റെ ആൻസർ ഇന്നതാണ് എന്ന് ഗസ് ചെയ്യുന്ന തരത്തിൽ ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റി. ഇനി വരാൻ പോകുന്ന വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ആ എക്സാമിന്റെ സിലബസ് എന്താണെന്ന് ആദ്യം ക്ലിയറായി മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് ആ എക്സാം സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റുകളെന്നും ആ ഓരോ സബ്ജക്റ്റിനും എന്ത് വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നതെന്നും മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു സിലബസിൽ നിന്ന് ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഏതെങ്കിലും പ്രീവിയസ് ഇയർ എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു എക്സാം എഴുതുന്ന അതേ മോഡിൽ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്താണെന്ന് മനസ്സിലാവും. അതിനുശേഷം ആ ഒരു എക്സാമിൽ നിന്ന് ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നതെന്നും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ആ സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചതെന്നും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസിന് കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് എക്സാമിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയറി കൺസെപ്റ്റ്സ് എത്രയും പെട്ടെന്ന് പഠിച്ചതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഓരോ കൺസെപ്റ്റിനെയും ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ആ സെയിം ക്വസ്റ്റ്യൻ, അത് ഈവൻ ഇഫ് അതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടിയും സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് പോലും അവിടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് നിങ്ങൾക്കും എത്താൻ പറ്റും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, ഫാമിലി സിറ്റുവേഷൻ അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ലോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ സെൽഫ് മോട്ടിവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് നിങ്ങൾക്ക് ഇത്രയധികം ടച്ച് ഇല്ല, നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ്, നിങ്ങൾ ബിടെക് അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ നിങ്ങളുടെ UG അല്ലെങ്കിൽ PG എന്തായിക്കോട്ടെ, നിങ്ങൾ ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റുമായിട്ടുള്ള ടച്ച് പോയില്ലേ, ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഇത് നിന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നവരോട്, ഇത് ഞാൻ കുറച്ചധികം വർക്ക് ചെയ്താൽ, ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കും ഇത് സാധിക്കും എന്ന് നിങ്ങൾക്ക് സ്വയം പറയാൻ പറ്റണം. നിങ്ങളുടെ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.